ോട് സഹജീവികളോട് കൂടെയുള്ളവരോട് ചിന്തകന്മാരെന്ന് സ്വയം ഭാവിക്കുന്നവരോട് നമ്മളൊന്ന് യുക്തിബദ്ധമായി സംവദിക്കൽ അനിവാര്യമാണെന്ന് പഠിപ്പിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, യാ അയ്യുഹന്നാസ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ജനങ്ങളോട് ഉപദേശിച്ചുകൊണ്ട് പറയുന്ന ഒരു വാക്കുണ്ട്, ജനങ്ങളെ ഇസ്തഹയൂ മിനല്ലാഹി ഹഖൽ ഹയാ, നിങ്ങൾ അല്ലാഹുവിനോട് നാണിക്കേണ്ട വിധത്തിൽ നിങ്ങൾ നാണിക്കണേ, പടച്ച തമ്പുരാനോട് ലജ്ജിക്കേണ്ട വിധത്തിൽ നിങ്ങൾ ലജ്ജിക്കണേ. ഫവല്ലാഹില്ലദീ ലാ ഇലാഹ ഇല്ലാഹു, പാപങ്ങൾ മറച്ചു പിടിച്ച് ചെയ്യുന്നവർ ഈ വാക്കുകൾ കേൾക്കണം. തെറ്റുകൾ ആരും അറിയില്ലെന്ന് വിചാരിക്കുന്നവർ, മഹാനായ സിദ്ദീഖുൽ അക്ബർ സയ്യിദുസ് സിദ്ദീഖീൻ, അമ്പിയാക്കന്മാര് കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിലേക്ക് ആദ്യം കാലെടുത്ത് വെക്കുന്ന മഹാനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അമ്പിയാഇന്റെ ലിസ്റ്റ് കഴിഞ്ഞാൽ, പ്രവാചകന്മാർ മുഴുവനും സ്വർഗത്തിൽ കടന്നാൽ പിന്നെ കടക്കാനുള്ള നബിയല്ലാത്ത ആദ്യം കടക്കുന്ന മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവാണ്. ഹബീബായ നബി തങ്ങളുടെ സിദ്ദീഖീങ്ങളിലെ ഏറ്റവും വലിയ നേതാവ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവ്വൽ സുംറ, സ്വർഗത്തിൽ ആദ്യം കടക്കുന്ന സംഘത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. മഹാൻ പറയുന്നു, ഫവല്ലാഹില്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഞാൻ മലമൂത്ര വിസർജനത്തിന് വേണ്ടി പോകുന്നുണ്ട്. ഇന്നി ലഅദ്ഹബു ഇലൽ ഖലാഇ ലിഅഖ്ദിയ ഹാജതി ഫഅജ്അലു സൗബി അലാ വജ്ഹി ഹയാഅൻ മിനല്ലാഹ്. നോക്കണം, മലമൂത്ര വിസർജനത്തിന് അന്ന് ടോയ്ലറ്റ് ഇല്ല. ഇന്നത്തെ പോലെ ഡോറുള്ള മറയുള്ള ടോയ്ലറ്റുകളില്ല. രാത്രി കാലങ്ങളിലെ അവർക്ക് മലമൂത്ര വിസർജനം ചെയ്യാൻ സ്വസ്ഥമായിട്ടിരിക്കാൻ കഴിയൂ. വെളിയിൽ പോകുന്നു, ഏതെങ്കിലും കുറ്റിക്കാടിന്റെ ഇരുളിന്റെ മറവിൽ ചെന്ന് വിസർജ്യം കഴിഞ്ഞ് തിരിച്ചു പോരുന്നു. സിദ്ദീഖ് തങ്ങൾ പറയുന്നു, ഞാൻ മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഞാൻ ഒറ്റക്കിരിക്കുന്ന നേരത്ത് എന്റെ മുഖം എന്റെ വസ്ത്രം കൊണ്ട് ഞാൻ മറക്കാറുണ്ട്, എന്റെ മുഖം ഞാൻ നാണം കൊണ്ട് മറച്ചു പോകുന്നുണ്ട്. ഹയാഅൻ മിനല്ലാഹ്, ഔറത്ത് കാട്ടിയിരിക്കുമ്പോ എന്റെ റബ്ബിൽ നിന്ന് നാണം കൊണ്ട് ഞാൻ എന്റെ മുഖം മറക്കാറുണ്ട്. സുബ്ഹാനല്ലാഹ്, മുഖം മറക്കാറുണ്ട്, നാണിച്ചിട്ട്, എന്റെ റബ്ബിനോട് നാണിച്ചിട്ട്. റളിയല്ലാഹു തആല അൻഹു, ഇതാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അതൊരു പക്ഷേ തെറ്റായത് കൊണ്ടാണോ? അല്ല, തെറ്റല്ലല്ലോ, മനുഷ്യന്റെ ജീവിതത്തിന്റെ ആവശ്യമല്ലേ. ആൻസർ ഇൻ ദ കോൾ ഓഫ് നേച്ചർ എന്നാ പറയല്ലേ, പ്രകൃതിയുടെ വിളിക്ക് ഉത്തരം കൊടുക്കുക എന്നാ പറയലെന്നെ, ജീവിതത്തിന്റെ അനിവാര്യതയാണ്. എന്നാലും ഔറത്ത് വെളിവാകുന്നത് ഒരു അനിവാര്യ ഘട്ടത്തിലാണ്. ആ സമയത്ത് പോലും എനിക്ക് നാണം തോന്നുന്നുണ്ട്. റബ്ബേ, അല്ലാഹുവേ, ഞാൻ ഔറത്ത് കാണിച്ചുകൊണ്ടാണല്ലോ ആരും കണ്ടിട്ടല്ല, ആരും കാണാതെ ഒറ്റയ്ക്കിരിക്കുമ്പോ ഹയാഅൻ മിനല്ലാഹ്, അല്ലാഹുവിനോട് നാണം തോന്നിയിട്ട് ഞാൻ എന്റെ മുഖം മറച്ചു വെക്കാറുണ്ട് വസ്ത്രം കൊണ്ട് എന്ന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ് ജനങ്ങൾ ഉപദേശിക്കുന്നു. ഇസ്തഹയൂ മിനല്ലാഹി ഹഖൽ ഹയാ, നിങ്ങൾ അല്ലാഹുവിനോട് നാണിക്കേണ്ട വിധത്തിൽ നാണിക്കുന്നുണ്ടോ? തമ്പുരാൻ കാണുന്നുണ്ട്. ഞാൻ ചെയ്യുന്നതോ, ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതോ അല്ലാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കൊരു നാണം തോന്നുന്നില്ലേ? ഒരു ലജ്ജ തോന്നുന്നില്ലേ? ഈ സാരോപദേശം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റേതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ഇസ്തഹയൂ മിനല്ലാഹി ഹഖൽ ഹയാ, അല്ലാഹുവിനോട് നാണിക്കേണ്ട വിധത്തിൽ നിങ്ങൾ നാണിക്കണേ. എന്നിട്ട് ഹബീബായ തങ്ങൾ എന്താണ് നാണം എന്ന് വിശദീകരിച്ചു. വൽഇസ്തിഹയാഉ മിനല്ലാഹി ഹഖൽ ഹയാ, നബി തങ്ങളോട് ചോദ്യം വന്നു, നബിയെ, അല്ലാഹുവിനോട് നാണിക്കേണ്ട വിധത്തിൽ നാണിക്കണം എന്നതിന്റെ അർത്ഥം എന്താണ്? അൻ തഹ്ഫളർ റഅസ വമാ വആ, നിന്റെ തലയും നിന്റെ തലയിൽ ഉൾക്കൊള്ളുന്നതും അല്ലാഹുവിന് വേണ്ടി നീ സൂക്ഷിക്കലാണ്. ചിന്തകള് നമുക്ക് വായിക്കാൻ പറ്റാത്തത് ഒരുപാടുണ്ട്. പച്ചയായ നിരീശ്വരവാദവും ഭൗതികവാദവും യുക്തിവാദവും എഴുതിവിടുന്ന എത്ര ആളുകളുണ്ട്.
അവർ വിചാരിക്കുന്നവർ എന്തോ ഒരു കാര്യമായ ലോകത്ത് ഇതുവരെ ആർക്കും തിരിയാത്തത്. ഈ ഭൗതികവാദവും യുക്തിവാദവും പ്രവാചകർ തങ്ങളുടെ കാലം മുതൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ പ്രവാചകനെ അംഗീകരിക്കാൻ മടിയുണ്ടായി. ജീവിതത്തിൽ താൻ ഇഷ്ടപ്പെടുന്നത് മുഴുവനും ആരുടെയും ഒരു ബന്ധനമില്ലാതെ എനിക്ക് സ്വാതന്ത്ര്യമായി തിന്മകളും നന്മകളും എന്തോ ആകട്ടെ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യണം എന്ന് വാശിയുള്ള ആളുകൾ അന്ന് മുതൽ പറഞ്ഞു തുടങ്ങിയതാണ് ഈ ഭൗതികവാദവും ഇതുപോലെയുള്ള യുക്തിവാദവും നിരീശ്വരവാദവും. ഇതൊക്കെ എഴുതിവിടുന്നത് നമുക്ക് വായിക്കാൻ പറ്റുമോ? അത് വായിച്ചു കഴിഞ്ഞാൽ തലയിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത് വളരെ ഡേഞ്ചറായ ആശയങ്ങളാണത്. പ്രവാചകന്മാരും അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർ മുഅ്ജിസത്തുകളാൽ അള്ളാഹു മുഅയ്യദുകളാക്കി കൊടുത്തവരാണ്. പ്രവാചകന്മാർ അള്ളാഹു മനോഹരമായ അദൃശ്യ കഴിവുകളാൽ അള്ളാഹു ശക്തി നൽകിയവരാണ്. വിശുദ്ധ ഖുർആൻ ഹബീബിന്റെ മുഅ്ജിസത്തുകളിൽ ഏറ്റവും വലിയ മുഅ്ജിസത്തല്ലയോ? ഈ പ്രമാണങ്ങളെല്ലാം മുമ്പിലുണ്ടായിരിക്കെ ഒരു പ്രവാചകൻ പറയുന്നത് അള്ളാഹുവിന്റെ ന്യായ പ്രമാണമാണെന്ന് ബോധ്യപ്പെടാൻ എല്ലാവിധ സാഹചര്യങ്ങളും ഉണ്ടായിരിക്കെ ഇതൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു വിടുന്ന ആളുകൾ എഴുതി വിടുന്നത് വെറുതെ നമ്മൾ വായിക്കുന്നത് പോലും എത്ര ഗൗരവമാണ്. നിങ്ങളുടെ തലയും നിങ്ങളുടെ ചിന്തയും നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുകയാണ് വേണ്ടത്. അത് നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി സൂക്ഷിക്കണം. അതാണ് അള്ളാഹുവിനോട് നാണിക്കുക എന്ന് പറഞ്ഞാൽ. നിങ്ങളുടെ വയറ് നിങ്ങൾ സൂക്ഷിക്കണേ, നിങ്ങളുടെ ജോലി ശ്രദ്ധിക്കണം. ആ വയറിലേക്ക് പോകുന്നത് ഹറാമിന്റെ വരുമാനമാണോ ഹലാലിന്റേതാണോ എന്ന് ഉറപ്പുവരുത്തണം. പലിശയുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വരുമാനങ്ങൾ പലിശയുമായി ബന്ധമുള്ളതാണെങ്കിൽ അതിൽ ജീവിതത്തിൽ ബറക്കത്തില്ല. നമ്മുടെ മക്കളിൽ അതിന്റെ നന്മയും സ്വലാഹും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് വയറുമായി ബന്ധപ്പെട്ട മുഴുവൻ അതിലേക്ക് പോകുന്നത് നമ്മുടെ വരുമാനം, നമ്മുടെ ഭക്ഷണം, ഇതെല്ലാം സൂക്ഷിക്കലാണ്. ومن تذكر البلاه ترك زينة الحياة الدنيا ومن تذكر البلاه പടച്ചവനെ മരിച്ചുപോയി ഖബറിൽ കിടക്കണല്ലോ എന്ന് ആലോചിക്കുന്ന ഒരാൾ തറക സീനത്തദ് ദുനിയ, ഐഹികമായ ലോകത്തിന്റെ എല്ലാ പളപളപ്പും ഭൗതിക ജീവിതത്തിന്റെ എല്ലാ ആസ്വാദനങ്ങളും അവരുപേക്ഷിക്കുന്നവരാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഉപദേശകനെ കാത്തു നിൽക്കാതെ നമ്മൾ വിശുദ്ധ ഖുർആന്റെ ഉപദേശങ്ങൾ സ്വീകരിക്കുകയും വഇദാ ഖലൗത ബിരീബത്തിൻ ഫീ ളുൽമത്തിൻ വഇദാ ഖലൗത ബിരീബത്തിൻ ഫീ ളുൽമത്തിൻ والنفس داعية إلى الطغيان فاستحيه من نظر الإله وقل لها إن الذي خلق الظلام يراني وإذا خلوت بريبة في ظلمة ഇരുളുണ്ടാകുമ്പോൾ ആരാരും കാണില്ല എന്ന് തോന്നുമ്പോൾ തിന്മകളിലേക്ക് അഭയം തേടുന്നവരെ വന്നഫ്സു ദാഇയത്തുൻ ഇലത്തുഗ്യാനി, മദ്യപാനവും വ്യഭിചാരവും മോശമായത് കണ്ടിരിക്കലും നോക്കിയിരിക്കലും വായിച്ചിരിക്കലും ഇന്ന് മനുഷ്യനെ ബാധിച്ച വിശ്വാസികളെയും അല്ലാത്തവരെയും ഒരുപോലെ ബാധിച്ച ഏറ്റവും വലിയ മാലിന്യം മനുഷ്യന്റെ കണ്ണുകളെ കൊണ്ട് തിന്മകൾ പച്ചയായി കാണാനുള്ള അവസരങ്ങൾ ഉണ്ടായി എന്നതാണ്. ഇന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ ഫിത്ന അതാണ്. ടെക്നോളജിയോ നമ്മുടെ സ്മാർട്ട് ഫോണുകളോ നമ്മുടെ മൊബൈൽ ഫോണുകളോ നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റുകൾ എന്തോ ആകട്ടെ, തിന്മകൾ കാണാനുള്ള വഴി ഒരു മനുഷ്യന്റെ സ്വകാര്യതയിലേക്ക് ആരും അറിയാതെ തിന്മകൾ നോക്കിയിരിക്കാൻ മനുഷ്യൻ ചെലവഴിക്കുന്ന സമയം وَإِذَا خَلَوْتَ بِرِيبَةٍ فِي ظُلْمَةٍ وَالنَّفْسُ دَاعِيَةٌ إِلَى الطُّغْيَانِ فَاسْتَحْيِ مِنْ نَظْرِ الْإِلَهِ وَقُلْ لَهَا إِنَّ الَّذِي خَلَقَ الظَّلَامَ يَرَانِي. അതുകൊണ്ട് സ്വന്തം ശരീരം പറയും, നോക്കടാ അത് ഓണാക്ക്, അത് വീഡിയോ ഓൺ ചെയ്യ്, തിന്മകളിലേക്ക് നോക്ക് എന്ന് നമ്മളോട് നിരന്തരം നമ്മുടെ മനസ്സ് പറയുമ്പോൾ ഫസ്തഹി മിൻ നദുരിൽ ഇലാഹി വഖുൽ ലഹാ,
കാരുണ്യവാൻ കാണുന്നുണ്ട് എന്നോർത്ത് നീയൊന്ന് നാണിക്കണ്ടയോ? ആരും കാണാത്തിടത്തും അല്ലാഹു നിന്റെ കൂടെയുണ്ട് എന്ന് നിനക്ക് ഓർമ്മ വേണ്ടയോ? ഫസ്തഹി, നീ നാണിക്കണം. മിൻ നളരിൽ ഇലാഹി, കാരുണ്യവാനായ സൃഷ്ടാവ് നിന്നെ കാണുന്നുണ്ട്. വഖുൽ ലഹാ, നിന്റെ നഫ്സിനോട് പറയ്, ഇന്നല്ലദീ ഖലഖൽ ളലാമ യറാനി, ഇരുട്ട് പടച്ചവൻ, ഇരുട്ടിനെ ഉണ്ടാക്കിയവൻ എന്നെ നോക്കുന്നുണ്ട്. ഇന്ന് അനാവശ്യമായ ഏറ്റവും മോശമായ വീഡിയോകൾ ശ്രദ്ധിക്കുന്നതിൽ പുരുഷന്മാരുടെ അനുപാതത്തെക്കാളും കൂടുതൽ പെണ്ണുങ്ങളുണ്ട് എന്നാണ് കണക്ക്. സ്ത്രീജനങ്ങളിൽ വലിയൊരു വിഭാഗം ഇതിന് അഡിക്റ്റുകളാണത്രേ. പുരുഷന്മാർക്ക് അഡിക്ഷൻ വരുന്നുണ്ട്. നിരന്തരമായും തിന്മകളിലേക്ക് നോക്കാനുള്ള ഒരു തരം മയക്കുമരുന്ന് പോലെയുള്ള ഒരു തരം അടിമത്വം സ്ക്രീനുകളിലേക്ക് മനുഷ്യന് വരുന്നുണ്ട് എന്നാണ് ഇന്നത്തെ പഠനം. അല്ലാഹു കാണുന്നുണ്ട് എന്നോർത്ത് നീ ഒന്ന് നാണിക്കുന്നുണ്ടോ? നിന്റെ നഫ്സിനോട് പറയണേ, ഇന്നല്ലദീ ഖലഖൽ ളലാമ യറാനി, ആരും കാണാത്ത ആരും അറിയാത്ത ഈ ഇരുളിന്റെ മറവിനെ പടച്ചവൻ പോലും ആ റബ്ബല്ലയോ, അല്ലാഹു നിന്നെ കാണുന്നുണ്ട് എന്ന് നഫ്സിനോട് പറയണേ. ആ ഒരു ബന്ധമാണ്, ആ ഒരു തോന്നലാണ് തിന്മകളിലേക്ക് മനസ്സ് പോകുമ്പോൾ നമുക്കുണ്ടാവേണ്ടത്. നമ്മളെ നിയന്ത്രിക്കണം ആദ്യം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അതിന് നബി തങ്ങൾ ദുആ ഇറക്കാൻ പറഞ്ഞ ദുആയുണ്ട്. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. ഹബീബായ തങ്ങൾ പഠിപ്പിച്ച ദുആയാണിത്. അല്ലാഹുവേ, ആതി നഫ്സി തഖ്വാഹാ, എന്റെ ശരീരത്തിന്റെ, എന്റെ നഫ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് നീ എനിക്ക് നൽകണേ റബ്ബേ. ഒരു മനുഷ്യൻ അവനവനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അത് വലിയ അപകടമാണ്. നമുക്ക് നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ വികാരങ്ങള്, നമ്മുടെ വിചാരങ്ങള്, നമ്മുടെ തോന്നലുകള്, നമ്മുടെ വികാര വിക്ഷോഭങ്ങള് ഇത് നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നത് വലിയൊരു ദുരന്തമാണ്. അല്ലാഹുവിനോട് ചോദിച്ച് പ്രാർത്ഥിച്ച് പഠിക്കണം. ഈ ദുആ നമ്മൾ ശരിക്ക് പഠിച്ചു വെക്കണം. അല്ലാഹുമ്മ റബ്ബേ ആതി നഫ്സി തഖ്വാഹാ, എന്റെ ശരീരത്തിന് ആവശ്യമായ ബോധം തഖ്വയും നിന്നെ കുറിച്ചുള്ള ഭയപ്പാടും നീ തന്നെ നൽകണേ റബ്ബേ. വസക്കിഹാ, എന്റെ ശരീരത്തെ നീ ശുദ്ധിയാക്കി തരണമേ. അൻത ഖൈറു മൻ സക്കാഹാ, നീയാണല്ലോ റബ്ബേ ശരീരത്തെ ഏറ്റവും നന്നാക്കി തരുന്നവൻ. അൻത വലിയുഹാ വമൗലാഹാ, എന്റെ ശരീരത്തിന്റെ ഉടമസ്ഥനും എന്റെ ശരീരത്തിന്റെ ഗാർഡിയൻ, എന്റെ ശരീരത്തിന്റെ രക്ഷിതാവ്, ഇതെല്ലാം നീയല്ലയോ റബ്ബേ, നീയല്ലയോ എന്റെ ഉടമസ്ഥൻ. അതുകൊണ്ട് നീ എന്നെ നന്നാക്കി തരണേ എന്ന് അല്ലാഹുവിനോട് നമ്മുടെ ഓരോ വിശ്വാസി ജനങ്ങളും ഓരോരുത്തരും ദുആ ചെയ്യണം. പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കളും യുവതികളും, ഏറ്റവും പ്രധാനമായി നമ്മുടെ ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികള് ഈ ദുആ പഠിച്ചു വെക്കണം. ഒന്ന് ചൊല്ലി നോക്കൂ, നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. ഒരുപക്ഷെ നമ്മൾ കേട്ടു പരിചയപ്പെട്ട പ്രാർത്ഥനയാകും ഇത്. എപ്പോഴും ഇടക്കിടക്ക് തിന്മകളിലേക്ക് ചിന്ത വരുമ്പോൾ ദുആ ഇറക്കണം. റബ്ബേ, എന്നെ നീ കാത്തുരക്ഷിക്കണമേ. ഒരു നേരത്തെ, ഒരു സെക്കൻഡ് നേരത്തെ നമ്മുടെ ചിന്തയിൽ വരുന്ന ഒരു ഭ്രമം മതിയാകും ജീവിതം തകരാൻ. ഒരു സെക്കൻഡ് നേരത്തെ നമ്മുടെ ശരീരത്തിന് തോന്നുന്ന ശഹ്വത്ത്, വൈകാരികമായ ഒരു ചിന്ത, ചുറ്റുപാടുകളെ സംബന്ധിച്ച് ബോധമില്ലാതെ, ശറഅനെ കുറിച്ച് ബോധമില്ലാതെ, അല്ലാഹുവിനെ കുറിച്ചും ഹബീബിനെ കുറിച്ചും ബോധമില്ലാതെ നമ്മൾ എടുക്കുന്ന ഒരു എടുത്തുചാട്ടമോ ഒരു വിവരക്കേടോ ജീവിതം മുഴുവൻ തകരാൻ അത് മതിയാകും. അല്ലാഹുവിനോട് കാവൽ ചോദിക്കണേ. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. മഹാനായ റബീഉ ഇബ്നു ഖുസൈം റളിയല്ലാഹു തആല അൻഹു കരഞ്ഞ് ശരീരമാസകലം മെലിഞ്ഞുണങ്ങിയിട്ട് മഹാൻ പറയുന്നു, വല്ലാഹി ഇൻഷാ അല്ലാഹു ലാ യസ്അലുനി റബ്ബി അന്നി വഖഅതു ബിഫാഹിശത്തിൻ അബദാ. അല്ലാഹുവിനോട് ദുആ ഇറക്കുകയാണ്. അല്ലാഹുവിന്റെ മുമ്പിൽ ശപഥം ചെയ്തു പറയുന്നു റബീഉ റളിയല്ലാഹു അൻഹു, വല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഈ വാക്ക് പോലെ നമുക്കൊരു ധൈര്യപ്പെട്ട് പറയാൻ കഴിയോ?
ധൈര്യപ്പെട്ട് പറയാൻ കഴിയുമോ? വല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് ലാ യസ്അലുനി റബ്ബി അന്നി വഖഅതു ബിഫാഹിശത്തിൻ അബദാ. എന്നോട് അല്ലാഹു ഒരിക്കലും എന്തുകൊണ്ട് റബീഅേ നിങ്ങൾ ഒരു വ്യഭിചാരം ചെയ്തു എന്ന് എന്റെ റബ്ബനോട് ചോദിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ടെന്നും കാതുകൾക്ക് വ്യഭിചാരമുണ്ടെന്നും നാവിന് വ്യഭിചാരമുണ്ടെന്നും കൈകൾക്കും കാലിനും വ്യഭിചാരമുണ്ടെന്നും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മോശമായി കിളിപ്പെടുത്തുന്ന കഥകൾ എഴുതി വിടുന്നത്, ടൈപ്പ് ചെയ്യുന്നത്, വാട്സപ്പിൽ വിടുന്നത്, ഫേസ്ബുക്കിലൂടെ അപ്ലോഡ് ചെയ്യുന്നത്, മോശപ്പെട്ട മനുഷ്യനെ വികാരപ്പെടുത്തുന്ന, മനുഷ്യനെ തിന്മയിലേക്ക് കൊണ്ടുപോകുന്ന ഇക്കിളി പൈങ്കിളി കഥകൾ എഴുതിവിടുന്ന ആളുകളുടെ വിരൽ തുമ്പുകൾ ചെയ്യുന്നത് ഒരു വ്യഭിചാരമാണ്. അത് വായിക്കുന്നവന്റെ കണ്ണ് ചെയ്യുന്നത് വ്യഭിചാരമാണ്. അത് കേൾക്കുന്നത് വ്യഭിചാരമാണ്. അത്തരം വിഷയങ്ങൾ അറിയാനും ആസ്വദിക്കാനും നടന്നു പോകുന്നത് കാലുകൊണ്ട് ചെയ്യുന്ന വ്യഭിചാരമാണ്. അത് മനുഷ്യന്റെ ജനനേന്ദ്രിയം ഒന്നുകിൽ ശരിവെക്കും, അല്ലെങ്കിൽ അതിനെ എതിർക്കും. ശരിവെച്ചാൽ അതിനർത്ഥം അവൻ ശരിയായ തിന്മയിൽ ചെന്ന് പതിക്കുന്നു. മഅദല്ലാഹ്. അതുകൊണ്ട് ഈ രണ്ട് കവിതകളുടെ ആശയം വളരെ വലുതാണ്. നമ്മൾ ഒറ്റക്കിരിക്കുമ്പോഴോ ആരാരും അറിയില്ലെന്ന് തോന്നുമ്പോഴോ നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ പറയണേ, എന്നെ അല്ലാഹു കണ്ടുകൊണ്ടിരിക്കുകയാണ്. വഇദാ ഖലൗത ബിരീബത്തിൻ ഫീ ദുൽമത്തിൻ وإذا خلوت بريبة في ظلمة والنفس داعية إلى الطغيان فاستحي من نظر الإله وقل لها إن الذي خلق الظلام يراني. അല്ലാഹു നമുക്ക് ആ ബോധം നൽകട്ടെ. നമുക്ക് നമ്മെ നിയന്ത്രിക്കാനുള്ള കഴിവ്. നാളെ ഖബറിൽ പോയി കിടക്കുമ്പോ വേണ്ടില്ലായിരുന്നുവെന്ന് പശ്ചാത്തപിക്കുന്ന, നമ്മളെ തെറി പറയുന്ന, നമ്മളെ ശപിച്ചു കളയുന്ന ജീവിതത്തിൽ വരുന്ന അബദ്ധങ്ങൾ ഉണ്ടാവരുതേ. നാളെ മഹ്ശറായിലേക്ക് നമ്മുടെ കിതാബ് നൽകപ്പെടുമ്പോ, യാ അബ്ദി, എന്റെ ദാസനെ, ഹൽ ളലമക ഹഫളതി, നിന്റെ കർമ്മങ്ങൾ എഴുതി വെക്കാൻ ഞാൻ നിശ്ചയിച്ച എന്റെ മലക്കുകൾ, എന്റെ ഉദ്യോഗസ്ഥന്മാർ നിന്നോട് അതിക്രമം ചെയ്തിട്ടുണ്ടോ? നീ ചെയ്യാത്തത് നീ ചെയ്തുവെന്ന് നിന്റെ പേരിൽ എഴുതി വെച്ചതാണോ? എന്റെ മലക്കുകളോട് നിനക്ക് വല്ല അന്യായം തോന്നുന്നുണ്ടോ? നീ ചെയ്യാത്തത് അവർ ചെയ്തു എന്ന് പറയുകയും നീ ചെയ്ത നന്മകളെ അവർ എഴുതാതിരിക്കുകയും ചെയ്തിട്ടുണ്ടോ എന്ന് അല്ലാഹു ചോദിക്കുന്ന നേരത്ത്, യാ വൈലതാ യാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ എന്ന് നാശമേ, എന്റെ നാശമേ എന്ന് വിളിച്ചു പറയുന്നൊരു ഗതികേട് അല്ലാഹു നമ്മൾ ആർക്കും വരുത്താതെ റബ്ബ് തആല അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇമാമുനാ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹ് എഴുതി വെച്ച മഹാനവറുകൾ പറഞ്ഞു, വല്ലാഹി മാ കദബ്തു കിദ്ബതൻ, ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു നുണ പോലും പറഞ്ഞിട്ടില്ല. വലഗ്തബ്തു മുസ്ലിമ, ഒരു മുസ്ലിമിനെ പോലും ഞാൻ ഗീബത്ത് പറഞ്ഞിട്ടില്ല. മുൻദു അലിംതു അന്നൽ ഗീബത തസ്രി ബി അഹ്ലിഹാ, ഗീബത്ത് പറഞ്ഞാൽ അത് പറയുന്ന ആളുടെ രസമാണ്. കൂടെയുള്ള ആളുകൾ ചിരിച്ചിന്ന് വരും, കൈയടിച്ചിന്ന് വരും, തക്ബീർ ചൊല്ലിന്ന് വരും. പക്ഷേ ഒരു ഗീബത്ത് പറഞ്ഞാൽ അത് പറയുന്നവന്റെ അമലുകൾ പൊളിച്ചു കളയുന്നതാണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ ശേഷം കളവ് പറഞ്ഞാൽ ആ കളവ് പറയുന്ന ആളിന് അല്ലാഹുവിന്റെ കോപമുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കിയ കൊച്ചുനാള് മുതൽ എന്റെ ജീവിതത്തിൽ ഞാൻ കളവ് പറഞ്ഞിട്ടില്ലെന്നും ഒരാളെയും ഞാൻ മോശമായി പറഞ്ഞിട്ടില്ലെന്നും ഇമാമുനാ ബുഖാരി മുഹമ്മദ് ബിൻ ഇസ്മാഈലുൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാനിൽ അന്തവിഷമം കൊള്ളുന്ന മഹാൻ, ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാന നഗരിയായ ടാഷ്കന്റിൽ നിന്ന് ഒരു 300 കിലോമീറ്റർ അകലെ സമർഖന്ദിൽ മഹാനായ ഇമാം ബുഖാരി തങ്ങളുടെ മഖാമുണ്ട്. അവിടെ സിയാറത്ത് ചെയ്യാൻ കഴിയും. ഇമാമുനാ ബുഖാരി ലോകം ഹദീസിന്റെ വെളിച്ചം കൊണ്ട് ലോകത്തെ പ്രഭയാക്കി തന്ന അൽ മുഹദ്ദിസുർ റബ്ബാനി വൽ ആലിമുസ് സുബ്ഹാനി മഹാനായ മുഹമ്മദ് ബിൻ ഇസ്മാഈലുൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, മാ കദബ്തു കിദ്ബതൻ, ഒരു നുണ പോലും ഞാൻ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല. നുണ മോശമാണെന്നും അത് തെറ്റാണെന്നും ഞാൻ മനസ്സിലാക്കിയ നാള് മുതൽ ഞാനൊരു നുണയും പറഞ്ഞിട്ടില്ല എന്ന് പറയണമെങ്കിൽ
ഇതൊരു ധൈര്യമാണ്. നമുക്കത് പറയാൻ കഴിയോ? വലഖതബ്തു മുസ്ലിമൻ, ഒരു മുസ്ലിമായ മനുഷ്യനെയും ഞാൻ ഗീബത്തും പറഞ്ഞില്ല. ഇത് പറയാനുള്ള ഒരു കരുത്ത്, ഒരു തരത്തിലുള്ള ധൈര്യം മഹാനായ ഇമാമുന ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. അതുകൊണ്ട് മുഅ്മിനേ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം തിന്മകൾ കാണുമ്പോൾ ആ തിന്മകള് തിന്മയാണെന്ന് വിളിച്ചു പറയാനും തിന്മകളെ തിരുത്താനും തിന്മകൾ നടക്കാതെ ഈ രാജ്യത്തെ, നമ്മുടെ നാടിനെ, മനുഷ്യ സമൂഹത്തെ മൃഗങ്ങളുടെ സ്വഭാവങ്ങളിൽ നിന്ന് മനുഷ്യത്വത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ചെറിയവർക്കും വലിയവർക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അവർക്ക് ഇടപെടേണ്ട അനിവാര്യതയുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് അവനവന്റെ ചിന്തകളും ആശയങ്ങളും ഒരാളെയും വേദനിപ്പിക്കാതെ എന്നാൽ തെറ്റുകൾക്ക് തിരുത്ത് ലോകത്തിന് പറഞ്ഞു കൊടുക്കാനുള്ള മീഡിയ സംവിധാനങ്ങൾ ഓരോരുത്തരുടെയും കയ്യിലുണ്ടായിരുന്നിട്ട് എന്തുകൊണ്ടൊരു തിരുത്ത് നമ്മൾ കൊടുത്തില്ല എന്ന് അള്ളാഹു ചോദിച്ചാൽ, ഞാൻ പറഞ്ഞാൽ അത് ആര് കേൾക്കാനാണ് എന്ന ഒരു മറുപടി 21-ാം നൂറ്റാണ്ടുകാർക്ക് പറയാൻ കഴിയില്ല. ഈ ഫേസ്ബുക്കും വാട്സപ്പും ഉള്ള കാലത്ത് തിന്മകളെ തിന്മകളായിട്ട് തന്നെ അതിനെ മനസ്സിലാക്കുകയും അത് തിരുത്താനുള്ള ആഹ്വാനം നടത്തുകയും ചെയ്യേണ്ട അനിവാര്യത ഹബീബായ നബി തങ്ങൾ പറഞ്ഞു. മുൻ സമുദായങ്ങൾ നശിപ്പിക്കപ്പെട്ടു പോയവരുണ്ട്. എത്രയോ ആളുകൾ നമ്മൾ പെട്രയെ കുറിച്ച് പറയും. ജോർഡാനിന്റെ ഭാഗമാണ് പെട്ര. ജോർഡാനിന്റെ ഈസ്റ്റിലേക്ക്, നോർത്ത് ഈസ്റ്റിലേക്ക്, സൗദി അറേബ്യയുടെ നോർത്ത് വെസ്റ്റിലേക്ക് മദായിൻ സാലിഹ്, അതിനിപ്പുറത്ത് പെട്ര, ആ പ്രദേശങ്ങൾ സമൂദ് ഗോത്രക്കാർ, സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ആളുകൾ ജീവിച്ചു പോയ സ്ഥലം ഇന്ന് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. അത് ടൂറിസത്തിന്റെ സ്ഥലങ്ങളല്ല എന്നാ ഖുർആൻ പറയാം. അത് അദാബിന്റെ സ്ഥലങ്ങളാണ്. നിങ്ങൾ അതിലൂടെ കടന്നു പോകുമ്പോ ഇല്ല അൻതും ബാഖൂൻ, കരഞ്ഞുകൊണ്ടല്ലാതെ സ്വഹാബികളെ ഇതിലെ കടന്നു പോകരുത് എന്ന് നബി തങ്ങൾ തബൂക്കിലേക്ക് പോകുമ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മലകൾ വലിയ വലിയ പർവ്വതങ്ങളാണ് അവര് വീടുകളാക്കി കൊത്തിയെടുത്തത്. ഇന്നൊന്ന് വെറുതെ നെറ്റിലൊന്ന് പെട്ര എന്ന് അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. സമൂദുകാർ യൻഹിതൂന മിനൽ ജിബാലി ബുയൂത, അവര് പർവ്വതങ്ങളെ തുരന്ന് വീടുണ്ടാക്കിയവരാണ് എന്ന് ഖുർആൻ പറഞ്ഞതിനെ ശരിക്കും കാണണമെങ്കിൽ ഒരു ഗൂഗിൾ ഇമേജസിൽ പെട്ര, PETRA, പെട്ര എന്നടിച്ചു കൊടുത്താൽ മനസ്സിലാവും. സമൂദുകാരുണ്ടാക്കി വെച്ച മലകൾ, പർവ്വതങ്ങളെ വീടുകളാക്കി മാറ്റിയ ഇന്നും അവിടെ നിലനിൽക്കുന്നു. ആരെങ്കിലും പിന്നെ അവിടെ പോയി പാർത്തോ? ആരും പാർത്തില്ല. എന്തേ? ആ സമുദായം നശിപ്പിക്കപ്പെട്ടു പോയവരാണ്. പിന്നെ ആരും അവിടെ അനന്തരെടുത്തിട്ടില്ല. വാപ്പാന്റെ വീട് വലിയ വലിയ മാമലകളാണ്, വലിയ ജനലും വാതിലുമുള്ള വലിയ വീടുകളായി കോട്ടകളാക്കി ഇവർ പണിതത്. ആരെങ്കിലും പാർത്തോ? ഇല്ല. അല്ലാഹു നശിപ്പിച്ചു. ഇറ്റലിയുടെ ഭാഗമായ ഒരു സ്ഥലമുണ്ട്, പ്യൂംപി എന്ന് പറയുന്ന സ്ഥലം. പ്യൂംപി വ്യഭിചാരം പച്ചയായി തെരുവുകളിൽ വ്യഭിചാരം നടത്തിയ ആളുകളാണ്. ആ വ്യഭിചാരത്തിൽ പ്രത്യേകത, എല്ലാ അങ്ങാടികളുടെ ചുമരുകളിലും പുരുഷനും സ്ത്രീയുടെയും നഗ്നമായ രൂപങ്ങളും ചിത്രങ്ങളും പച്ചയായി എഴുതി വെച്ചിരുന്ന ചിത്രപ്പണി എടുത്തിരുന്ന പ്യൂംപി എന്ന് പറയുന്ന നാട്ടുകാർ, ഇറ്റലിക്കാരാണ്. ആ നഗരം അള്ളാഹു നശിപ്പിച്ചത്. ഇന്ന് അവിടെ ചരിത്രാവശേഷിപ്പുകളുണ്ട്. എന്താ? ആ പ്യൂംപിയിലേക്ക് കടക്കുമ്പോ ചെറിയ മക്കളെ, അതൊരു ഒരു മ്യൂസിയം സിറ്റിയാണിന്ന്. അല്ലാഹു തആല പാറകൾക്കുള്ളിലെ തിളച്ചുമറിയുന്ന ഭൂമിക്കുള്ളിലെ ലാവ, അഗ്നിപർവ്വതം ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന ലാവ പ്യൂംപി നഗരത്തിലേക്ക് അടിച്ചു വന്ന് വ്യഭിചാരത്തിൽ ഏർപ്പെട്ടിരുന്ന ആണിന്റെയും പെണ്ണിന്റെയും ദേഹത്തിലൂടെ ആ ചുട്ടുപൊള്ളുന്ന കുഴമ്പ് പോലെയുള്ള പാറയുടെ അല്ലാഹുവിന്റെ ഈ ലാവയുടെ ആ ഒരു ലായനി ദേഹത്തുകൂടെ കവിഞ്ഞു പോയപ്പോ കിടന്ന കിടപ്പിൽ കല്ലുകളായി മാറിയ മനുഷ്യന്മാർ ഇന്നും ആ മ്യൂസിയം പോലെയുള്ള ഈ പ്യൂംപിയിലേക്ക് ചെറിയ കുട്ടികളെ കൊണ്ടുപോകില്ല. എന്തേ? ആണും പെണ്ണും പച്ചയായി തോന്നിവാസം ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് അവരുടെ ദേഹത്തുകൂടെയാണ് ഈ അദാബ് വന്നത്. അവരങ്ങനെ കല്ലായി ഉറച്ച്, കൈ വായ തുറന്ന്, കൈ പൊക്കി വെച്ച്, കാല് പൊക്കി വെച്ച്, കമിഴ്ന്ന് കിടന്ന് ഇങ്ങനെയൊക്കെ കിടക്കുന്ന മനുഷ്യക്കോലങ്ങൾ. ഇന്നും മനുഷ്യന്റെ രൂപം അതുപോലെ ആ തടി അങ്ങ് കല്ലായി പോയി. പ്യൂംപി ഒന്ന് ഗൂഗിൾ ഇമേജ് നോക്കും. പ്യൂംപിയിലെ മനുഷ്യന്മാർ അത് കാണേണ്ട. അദാബ് എങ്ങനെ വന്നു എന്ന് അല്ലാഹു പറയുന്നുണ്ട്.
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അദാബ് വന്ന അത്ഭുതങ്ങൾ ഒരുപാടില്ലേ ലോകത്ത്. എന്തേ? അല്ലാഹു തിന്മകളെ പൊറുപ്പിക്കൂല. ഹബീബായ നബിയുടെ ദുആയുണ്ട് ഉമ്മത്തിന് വേണ്ടി. ആ ദുആയുടെ ബലത്തിലാണ് അല്ലാഹു പെട്ടെന്നുള്ള അദാബ് ഇറക്കാത്തത്. വിശുദ്ധ നബി ഞങ്ങൾ പറഞ്ഞു, ഇന്നമാ ഹലകല്ലദീന മിൻ ഖബ്ലികും, നിങ്ങളുടെ മുൻഗാമികൾ നശിക്കാൻ കാരണം. അബൂ ദാവൂദ് റഹ്മഹുല്ലാഹ് സുനനിൽ കൊണ്ടുവന്ന ഹദീസ്, നിങ്ങളുടെ മുൻഗാമികൾ അല്ലാഹു നശിപ്പിച്ചത്, ഒരു മനുഷ്യൻ തന്റെ കൂട്ടുകാരൻ തിന്മ ചെയ്യുമ്പോ നീ അത് ചെയ്യല്ലേ എന്ന് പറയും. കള്ളുടിക്കുന്നോട് നീ കുടിക്കല്ലേ എന്ന് പറയും. വ്യഭിചരിക്കുന്നോട് വ്യഭിചരിക്കല്ലേ എന്ന് പറയും. പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കുന്നോട് നീ ചെയ്യല്ലടോ, മോശല്ലേ എന്ന് പറയും. പിന്നെ രാവിലെ തന്റെ കൂട്ടുകാരൻ തെറ്റ് ചെയ്യുമ്പോ അവനോട് പറയും, ചെയ്യല്ലടോ, നീ എന്താണോ ഈ കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ തെറ്റ് ചെയ്യുന്ന അതേ ആളിന്റെ കൂടെ വൈകുന്നേരമാകും പറയും, നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോവല്ലേ, എവിടുക്ക പോകണം, നമുക്ക് ഇടക്കിടക്ക് പോവാ, നിലമ്പൂരിലേക്ക് പോവാ, കോഴിക്കോട്ടേക്ക് പോവാ. എന്നിട്ട് ഈ ആ തെറ്റ് ചെയ്തവൻ അവനോടായി വന്ന് രാവിലെ പറഞ്ഞത്, നീ ചെയ്ത് തെറ്റാണത്, ചെയ്യല്ലേ എന്ന് പറഞ്ഞ അവന്റെ കൂടെ ആ തെറ്റിഷ്ടപ്പെടുന്നവനോട് കൂടെ തന്നെ പോയി ഭക്ഷണം കഴിക്കുകയും കൂടെ ഇരുന്ന് വെള്ളം കുടിക്കുകയും ചെയ്യും. തിന്മ ചെയ്യുന്ന ആളുകളോട് വെറുപ്പില്ലാതിരിക്കുക. ഒരു വിഷയം ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ തെറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നതിനപ്പുറം തെറ്റിനോട് നമ്മുടെ മനസ്സിൽ ഇഷ്ടമുണ്ടോ ഇല്ലേ എന്നാ ചോദിക്കേണ്ടത്. വ്യഭിചാരം കിട്ടിയ തരക്കേടില്ല എന്നാ മനസ്സിൽ തോന്നുന്നത്, അടി കിട്ടുമല്ലോ എന്ന് പേടിച്ചിട്ടാ ചെയ്യാണ്ടിരിക്കുന്നത്. അത് ഈമാനല്ല. തിന്മകളോട് വെറുപ്പ് വേണമെന്നാണ്. ആ വെറുപ്പ് നമ്മുടെ കൽബിലുണ്ടോ? ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീലാ, അല്ലാഹു മോശമാണ്, വളരെ മോശമാണ് എന്ന് അല്ലാഹു പറഞ്ഞത് ഞാൻ എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന എന്റെ ഭാര്യയല്ലാതെ എന്റെ ശരീരത്തിന്റെ രഹസ്യങ്ങൾ അറിയാൻ മറ്റൊരാളില്ല എന്ന് നമ്മുടെ കൽബിൽ നമ്മൾ ഉറക്കുന്നുണ്ടോ? കള്ളു കുടിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ കുടിക്കാറില്ല. അതല്ല ഈമാൻ. തിന്മയോട് വെറുപ്പ് നമുക്ക് തോന്നുന്നുണ്ടോ എന്നാണ് ചോദിക്കേണ്ടത്. നമുക്ക് തിന്മയോട് വെറുപ്പുണ്ടോ? ഈമാനിന്റെ പ്രത്യേകത അതാണ്. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാൻ വസയ്യിൻഹു ഫീ ഖുലൂബിനാ വകർരിഹ് ഇലൈനൽ കുഫ്റ വൽ ഫുസൂഖ വൽ അസ്യാൻ വഉലൈക ഹുമുർ റാഷിദൂൻ. ഒരു പ്രാർത്ഥന, ഖുർആനിന്റെ ആയത്തിൽ നിന്നുണ്ടാക്കിയ പ്രാർത്ഥന. അല്ലാഹു തആല ഉലൈക, ഒരു വിഭാഗത്തെ കുറിച്ച് ഹബ്ബബ ഇലൈഹിമുൽ ഈമാൻ, അല്ലാഹു അവർക്ക് ഈമാനിനെ മഹ്ബൂബാക്കി കൊടുത്തു. വിശ്വാസം, അല്ലാഹുവിലുള്ള വിശ്വാസം, പരലോകത്തേക്ക് റബ്ബിനെ കാണാൻ പോകണം, നാളെ വിചാരണയുണ്ട്, നാളെ ഖബറിന്റെ ഉള്ളിൽ ശിക്ഷയുണ്ട്, രക്ഷയുണ്ട്, നാളെ സിറാത്തുണ്ട്, മീസാനുണ്ട്, ഹിസാബുണ്ട്, സ്വർഗ്ഗമുണ്ട്, നരകമുണ്ട്, അല്ലാഹുവിനെ കാണുന്ന ഒരു ലിഖാ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആ വിശ്വാസം ഖൽബിലേക്ക് ഇഷ്ടപ്പെടുകയും വസയ്യനഹു ഫീ ഖുലൂബിഹിം, അവരുടെ ഖൽബിൽ അല്ലാഹു വിശ്വാസം മനോഹരമാക്കി കൊടുക്കുകയും ചെയ്തു. അവരിൽ അല്ലാഹു നമ്മെ പെടുത്തി തരട്ടെ. വകറഹ ഇലൈഹിമുൽ കുഫ്റ വൽ ഫുസൂഖ വൽ അസ്യാൻ, പാപം ചെയ്യുന്നതും തോന്നിവാസം ചെയ്യുന്നതും അവിശ്വാസവും നിരീശ്വരവാദവും പറയുന്നതും പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതും അവരുടെ ഖൽബിലേക്ക് അല്ലാഹു വെറുപ്പാക്കി കൊടുത്തു. റബ്ബിനോട് നമ്മൾ അത് ചോദിച്ചു വാങ്ങണം. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാൻ വസയ്യിൻഹു ഫീ ഖുലൂബിനാ വകർരിഹ് ഇലൈനൽ കുഫ്റ വൽ ഫുസൂഖ വൽ അസ്യാൻ. തിന്മകളോട് വെറുപ്പുണ്ടാവലാണ് ഈമാനിന്റെ അടയാളം. ഇപ്പൊ ലോട്ടറി അടിച്ചാൽ എനിക്ക് അടിക്കാത്തോണ്ട് കുഴപ്പമില്ല, അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഏതെങ്കിലും മൂലയിൽ മസല ഉണ്ടാക്കിയിട്ട് അത് ഹലാലാക്കും എന്നാണ് കൽബിന്റെ ഉള്ളിലുള്ളതെങ്കിൽ ഈമാനില്ല. കിട്ടാത്തോണ്ടാണ്, അടിച്ചു കിട്ടിയോക്കണ്ടേ, എന്തെങ്കിലും മസല ഉണ്ടാക്കിയിട്ട് ആ കാശ് അങ്ങോട്ട് കയ്യിലാക്കും. ഇതാണ് നമ്മുടെ ഉള്ളിലിരിപ്പെങ്കിൽ അതല്ല ഈമാൻ. കള്ളുടിയന്മാരെ കാണുമ്പോഴേ എൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ പൂതി ഉണ്ടായിരുന്നു, നടക്കൂലല്ലോ. ആ പൂതി വരാൻ പാടില്ല. വ്യഭിചാരം, ഒരുത്തങ്ങ വന്ന് പറയടോ ഞാൻ മറ്റോളെ ചാടിച്ചു, ഇവിടെ ചാടിച്ചു, എന്നെ കൊണ്ട് പറ്റിയിട്ടില്ലല്ലോ എന്നാ തോന്നണതെങ്കിൽ ആ പറയണോന്ന് ഈമാനില്ല. വെറുപ്പ്, തിന്മയോട് വെറുപ്പ് വരണം എന്നാണ്, അതാണ് ഈമാൻ. അത് നമുക്ക് വരുന്നുണ്ടോ എന്നാ വിഷയം. തിന്മയോട് വെറുപ്പ്, എന്ത് മുമ്പ് കൊണ്ടുവന്ന് വെച്ചാലും ഞാൻ തൊടൂല എന്നതാണ്.
മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്തു സഹ്മി റളിയല്ലാഹു അൻഹു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തെ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മദീനക്കാരോട് മുഴുവൻ, ആ മഹാനുഭാവൻ റോമിൽ നിന്ന് വരുമ്പോ മദീനക്കാരോട് മുഴുവൻ വിളംബരം ചെയ്തു, മദീനക്കാർ മദീനയുടെ ഗേറ്റിലേക്ക് വന്നു നിൽക്കണം. അന്ന് നഗരങ്ങൾക്ക് ഗേറ്റ് ഉണ്ടാവും, കരുളായിക്ക് ഒരു ഗേറ്റ് ഉണ്ടാവും, നിലമ്പൂർക്ക് ഒരു ഗേറ്റ് ഉണ്ടാവും, എടക്കരക്ക് ഒരു ഗേറ്റ് ഉണ്ടാവും. ആ ഗേറ്റിനുള്ളിലേക്ക് കടക്കാൻ പറ്റും എന്ന പോലെ. ഇവിടെ നമുക്ക് നമ്മുടെ നാട്ടിൽ ഗേറ്റൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അറബ് രാജ്യങ്ങളിൽ സമർക്കന്ദിലും ബുഖാറയിലും ഇന്ന് പോയാൽ കാണാൻ പറ്റും പഴയ കാലത്തെ അവരുടെ കോട്ടയുടെ മതിലുകൾ. ഒരു നഗരത്തിന് ഭിത്തി ഉണ്ടാവും. മദീനക്കന്ന് ഭിത്തിയുണ്ട്. മദീനയുടെ ഭിത്തികളിലേക്ക് പുരുഷന്മാർ മുഴുവനും ഇറങ്ങിച്ചെല്ലണം. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്തു സഹ്മി വരുമ്പോൾ ആ മഹാനുഭാവന്റെ നെറ്റിയിൽ മദീനക്കാർ മുഴുവനും ഉമ്മ വെക്കണം, ചുംബിക്കണം, ആ മഹാന്റെ നെറ്റിയിൽ മുത്തണം എന്ന് ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉത്തരവിട്ട സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്തു സഹ്മി. എന്താ കാരണം എന്നറിയോ? എന്തിനാണ് മദീനക്കാർ മുഴുവൻ ആ മഹാനെ ചെന്ന് സ്വീകരിക്കണം? ഒരു കാരണമുണ്ട്. റോമക്കാരുമായി നടന്നൊരു യുദ്ധത്തിൽ ഒരുപാട് മുസ്ലിമീങ്ങളെ അവര് ബന്ദികളാക്കി പിടിച്ചപ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്തു സഹ്മി റളിയല്ലാഹു അൻഹുവിനെ പിന്തിരിപ്പിക്കാൻ ഏറ്റവും ഈമാനുള്ള ഒരാളെ, മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരാളെ കൊണ്ടുവാ എന്ന റോമൻ എംപറർ ഉത്തരവിട്ടപ്പോ അന്ന് പിടിച്ചു കൊണ്ടുപോകപ്പെട്ടത് ഈ സ്വഹാബിയാണ്, അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്തു സഹ്മി റളിയല്ലാഹു അൻഹു. രാജാവ് ചോദിച്ചു, ഇസ്ലാം വിട്ടിങ്ങോട്ട് ക്രിസ്ത്യാനി മതത്തിലേക്ക് വാ. ഞാൻ വരൂല. നിനക്ക് എന്റെ അധികാരത്തിന്റെ പകുതി ഞാൻ തരാം. എന്റെ അധികാരത്തിന്റെ പകുതി. പഞ്ചായത്തിന്റെ പകുതിയല്ലേ കൊടുക്കുന്നത്? റോമൻ എംപയർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ യൂറോപ്പ് മുതൽ തുർക്കി മുതൽ ഇറാഖ് വരെ ജോർഡാനിലൂടെ കടന്നു പോകുന്ന പ്രവിശാലമായ ലോകത്തിന്റെ പകുതി. ഇന്നൊരു വീട് വെച്ചരാന്ന് പറഞ്ഞാൽ ഞാൻ ക്രിസ്ത്യാനി ഏത് മതച്ചായിക്കോളെ, എനിക്കൊരു വീട് കിട്ടിയാൽ മതി. ഇതാണ് മനുഷ്യന്മാരുടെ ഈമാന്റെ അവസ്ഥ. പാല് പാക്കറ്റ് കിട്ടിയാൽ ഞാൻ പോന്നോളാം. എന്റെ കിഡ്നി ചികിത്സക്ക് പൈസ കിട്ടിയാൽ ആരാ തരുന്ന ഓരോ മതത്തിലേക്ക് ഞാൻ പോരാം എന്ന് പറയുന്ന ഒരു ഈമാനിന്റെ ദുർബലത ഈ മഹാന്റെ സംഭവമായി നമ്മൾ തുലനം ചെയ്യണം.